കാനഡയിലേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അഭിപ്രായം പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളുമായിട്ട് കാനഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ 2 മക്കളുമായിട്ടാണല്ലോ വന്നത്. ഒരാൾക്ക് വരുമ്പോൾ 3.5 വയസ്സും ഒരാൾക്ക് 1.5 വയസ്സുമായിരുന്നു. 2 മാസം ശേഷം ഞങ്ങളൊരു ഡേ കെയറിൽ അഡ്മിഷൻ എടുത്തു. അപ്പം അവരുടെ ഡേ കെയർ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 ഡേ കെയർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ ഡേ കെയറിൽ, നമ്മൾ അന്വേഷിച്ച ഡേ കെയറിൽ 8:30 മുതൽ 5:30 വരെയായിരുന്നു ടൈമിങ്. അപ്പം ആ ഡേ കെയറുമായിട്ട് കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റ് ആവാതിരുന്നു കഴിഞ്ഞപ്പം അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു ഡേ കെയറും കൂടിയുണ്ട്, അവിടേക്ക് കുഞ്ഞുങ്ങളെ ഷിഫ്റ്റ് ചെയ്യാം, അവിടെ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ആ ഡേ കെയറിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മാറ്റി. പക്ഷേ മാറ്റി ഏകദേശം 1 മാസം ആവാനായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരുടെ വർക്കിംഗ് ഹവേഴ്സ് രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണെന്നുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇതാണ് ഡേ കെയറിൽ നിന്ന് നമുക്ക് ആദ്യത്തെ കിട്ടുന്ന ഒരു നെഗറ്റീവ് റെസ്പോൺസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ചേർക്കുന്നതിന് മിനിമം ഏജ് 5 years ഓൾഡാണ്. അതായത് പൂർത്തിയായിട്ടുള്ള സെപ്റ്റംബർ മാസത്തിലാണ് നമുക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് നമുക്ക് സ്കൂളിലേക്ക് അവർ അഡ്മിഷൻ എടുക്കത്തില്ല. അതിനു മുമ്പ് നമുക്ക് പ്രീ സ്കൂളും കിൻഡർ ഗാർഡനും ആണ്. കിൻഡർ ഗാർഡൻ അതുപോലെ തന്നെ ഡേ കെയർ ആണ് നമുക്ക് സഹായത്തിനുള്ളത്. ഈ 3 സ്ഥലത്തും നമ്മൾ ചെറിയ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട വരും. അതായത് പുതിയ ന്യൂ കമേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു പൈസ കൊടുക്കേണ്ടാത്ത ഡേ കെയർസും ഉണ്ട്. പക്ഷേ അവിടെ അഡ്മിഷന് സീറ്റ് മിക്കവാറും ഉണ്ടാവത്തില്ല. അവിടെ നമ്മൾ ക്യൂവിലായിരിക്കും. പെട്ടെന്നൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര ലക്കി ആയിട്ട് നമ്മളധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അധികം ജനവാസമില്ലാത്ത സ്ഥലങ്ങളായിരിക്കണം നമ്മൾ പോയി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാത്ത ഡേ കെയറുകളിൽ നമ്മൾ എന്തായാലും ക്യൂവിലായിരിക്കും. പെട്ടെന്നൊരു അഡ്മിഷൻ കിട്ടുക സാധ്യതയല്ല. പിന്നെ ഡേ കെയറിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു 3:30 ആകുമ്പോൾ കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ പെട്ടെന്നുണ്ടാവുകയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ഡേ കെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അഡ്മിഷൻ എടുക്കത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കാണ് താമസിക്കുന്നത്, നമുക്ക് പീക്ക് ഹവേഴ്സിൽ മാത്രമേ ബസ്സുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മുടെ ഡേ കെയറുമായിട്ട് നമുക്ക് ബൈ കാറാണെങ്കിൽ 5 കിലോമീറ്റർ വ്യത്യാസമാണുള്ളത്. അതിന് ഇപ്പുറത്ത് ഡേ കെയർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡേ കെയർസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും സ്പോട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഡേ കെയർസിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 6 മാസം മുതലെടുക്കും, ചില സ്ഥലങ്ങളിൽ ഏകദേശം 2.5 വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എടുക്കുകയുള്ളൂ. അങ്ങനെ ഏജ് വെച്ചിട്ട് ഒരു ഡിഫറൻസിയേഷൻ പല ഡേ കേസിലും ഉണ്ട്. അതിനനുസരിച്ചാണ് ഗവൺമെൻറ് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ലൈസൻസ് ഏത് പ്രായപരിധി മുതലാണോ ഉള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ എടുത്തിരുന്ന ഡേ കെയർ ഞങ്ങളുടെ വീടുമായിട്ട് 5 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പം ഈ 5 കിലോമീറ്റർ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ പോകുന്നെങ്കിൽ നമുക്ക് 2 ബസ് മാറി കയറേണ്ടതുണ്ട്. 2 ബസ് മാറി കയറി നമ്മൾ ഈ ഡേ കെയറിൽ എത്തുന്നതും തിരിച്ചു വരുമ്പോഴത്തേക്കും മിനിമം ഒരു സൈഡിലേക്ക് 1.5 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം നമ്മൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുമ്പോൾ ഉണ്ടാകുന്ന സമയ വ്യത്യാസം കാര്യങ്ങളും, പിന്നെ ബസ് ഇറങ്ങിയിട്ടാണെങ്കിൽ ഒരു 450 മീറ്റർ നടക്കാനുണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് മിനിമം 1 മണിക്കൂർ വരെയൊക്കെ എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായ വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഞങ്ങൾ ഒക്ടോബർ ആദ്യം മുതൽ കുഞ്ഞുങ്ങളെ വിട്ടു തുടങ്ങി. നവംബർ ഒരു ലാസ്റ്റ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങി. നേരത്തെ സന്ധ്യ ആവാൻ തുടങ്ങി. അതായത് ഒരു 3:30-4 മണി ആകുമ്പോഴത്തേക്കും രാത്രി ആയി തുടങ്ങി. ആ ദിവസങ്ങളിൽ ഞാൻ കുഞ്ഞുങ്ങളെ പോയി പിക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ലെയേഴ്സ് ഇട്ട് കൊടുത്തിട്ടും എൻ്റെ ചെറിയ കുഞ്ഞിന് അതിനെ താങ്ങാൻ ഉള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇളയ കുഞ്ഞിന് അവള് ഇത്രയും അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ സമയമെടുത്ത്, നമ്മൾ ഡേ കെയറിന് പിക്ക് ചെയ്ത് ഒരു 1.5 മണിക്കൂറൊക്കെ സമയമെടുത്ത് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് അപ്പടി ഗ്യാസ് കയറി മടുത്ത് വിശന്നാണ് വരുന്നത്. അപ്പം ആ വിശപ്പിൽ അവരെന്തെങ്കിലും കഴിക്കും. തണുത്ത് മരിച്ചാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ചൂടുള്ള കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചു കഴിഞ്ഞാലും ശരി, ആ കഴിച്ച ഒരു 1/2 മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഗ്യാസ് കയറി ഇത്ര സമയം മടുത്തു വരുന്നത് കൊണ്ട്. അങ്ങനെ 2-3 ദിവസമായി കഴിഞ്ഞപ്പം ഞാൻ
ഡേ കെയറിലെ ടീച്ചറെ വിളിച്ചു ഞാൻ ഇങ്ങനെയാണ് കൊച്ചിനെ വിടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് വേറൊരു ഓഫറിങ്ങും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡേ കെയറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് തന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു ആ ഡേ കെയറിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം. നമ്മളോട് വൈകുന്നേരം അവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ പറഞ്ഞാൽ മതി, അവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ് കുഞ്ഞുങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്ന ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളാം, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞത് ഒക്കെ അവർ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുത്തത്. പക്ഷെ നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ അവർ ഡ്രോപ്പ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ കെയറിൻ്റെ ഹവേഴ്സ് കുറഞ്ഞു പോയത് നമ്മൾ അറിയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമ്മൾ ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൺ കോള്, അതായത് കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ഉച്ചവരെ ഇരുത്തിയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ സമയം ആകുന്നതിന് മുമ്പ്, ഡേ കെയറിൻ്റെ സമയം ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുമായിരുന്നു, പിക്ക് ചെയ്യുമായിരുന്നു, അവരത് അഡ്ജസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡേ കെയറിന് ഇത്ര ഹവേഴ്സ് കുറവാണ്, നമുക്ക് ആവശ്യമുള്ള സർവീസ് വേണ്ടി ഹവേഴ്സ് കിട്ടത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാതിരുന്നത്. പിന്നെ ഇവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഈ 2 മാസത്തിനുള്ള അവർ 2 ദിവസം നമുക്ക് ഡ്രോപ്പ് ചെയ്ത് തന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓണറാണ് നമ്മളോട് അങ്ങനെ ഒരു ഓഫറിങ് തന്നത്, ഞങ്ങൾ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തോളാം, ഞാൻ മിക്കവാറും ഇവിടെ ഓഫീസിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ ചോദിച്ചു മാം ഇന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇന്ന് അവിടെ ഇല്ല, ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് പറയും. അപ്പോൾ ഇവർ അങ്ങനെ പറഞ്ഞ് നമ്മളൊരു പട്ടിക്കലും കൂടി ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തുകൊണ്ട് നമുക്ക് ഈ അഡ്മിഷൻ സമയത്ത് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഡേ കെയറിന് ചിലവ് വരുന്നത് ഒരു കുഞ്ഞിന് 200 മുതൽ എന്ന് പറയുന്നുണ്ട്, 200 മുതൽ 400 വരെ ചിലർ കൊടുക്കുന്നുണ്ട്, ചിലർ 700 കൊടുക്കുന്നവരും ഉണ്ട്. ബാക്കി ഗവൺമെൻറ് സപ്പോർട്ടാണ്, ഗവൺമെൻറ്റാണ് ഡേ കെയറിന് ഫണ്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളെ വിടുന്നതിന് എനിക്ക് ചിലവ് വന്നത് 600 കേടാണ്, ബാക്കി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപക്ഷം ആ ഡേ കെയർ ഉടമയ്ക്ക് കിട്ടുന്നത് 2000-ൻ്റെ 3000 കേടിൻ്റെ ഇടയ്ക്ക് ടോട്ടൽ ഫണ്ടിങ് കിട്ടും. അപ്പം അവരുടെ 2 സ്പോട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതിനേക്കാൾ ലാഭം അവർക്ക് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 600 രൂപ മേടിച്ചിട്ട് ബാക്കി ഗവൺമെൻറ്റിന് ഫണ്ടിങ് കിട്ടുമല്ലോ. അപ്പം ആ സ്പോട്ട് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കൊണ്ട് ഇങ്ങനൊരു ഓഫറൊക്കെ തന്ന് അഡ്മിഷൻ എടുപ്പിച്ചത്. ഈ 600 കേടെന്ന് പറയുമ്പം അത് എന്നോട് എപ്പോഴും പിന്നെ ഈ പുള്ളിക്കാരത്തി ഞാൻ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരത്തി പറയുന്നത് ഞാൻ ഏറ്റവും കുറച്ച് റേറ്റിലാണ് അഡ്മിഷൻ തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ ഏജിനനുസരിച്ചാണ് ഈ ഡേ കെയറിൻ്റെ ചിലവും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ റേറ്റ് മാത്രമേ ഇളയ കുഞ്ഞിനും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇളയ കുഞ്ഞുങ്ങൾക്ക്, അതായത് പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് റേറ്റ് കുറച്ചും കൂടി ഹയറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന 2 പേരുടെ സ്പോട്ടും കൂടി ക്ലിയർ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എന്നോട് പെരുമാറണം എന്നുള്ള ഇതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ ശരി സമ്മതിച്ചു. ഓക്കെ, എല്ലാം നമ്മൾ എഗ്രി ചെയ്യുകയാണ് ആദ്യത്തെ മാസങ്ങളിൽ. നവംബർ പകുതി കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞിങ്ങനെ സ്ഥിരമായിട്ട് ഛർദ്ദിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാം ഡിസംബറിലേക്ക് ഞാൻ വിടുന്നില്ല, കുഞ്ഞുങ്ങൾ വളരെ ടയർഡായിട്ടാണ് വരുന്നത്, എനിക്ക് ഇത്രയും ദൂരം ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ വിധം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു മിനിമം 1 മന്താണ് ഇവിടെ നോട്ടീസ്. പക്ഷെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ, മിനിമം 1 മന്താണ് നോട്ടീസ്, നിങ്ങൾ വിട്ടാലും വിട്ടില്ലെങ്കിലും ഡിസംബർ മാസം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിക്കാം എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസംബറിൽ ഞാൻ എന്തായാലും വിട്ടില്ല. അപ്പോൾ ഡിസംബർ ഒരു 2-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വിളിച്ചു, ഡേ കെയർ ഉടമ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ഒരാളുടെ സ്പോട്ടിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരാളുടെ ഫീസ് എനിക്ക് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡിസംബറിലേക്ക് ഒരാളുടെ ഫീസ് നിങ്ങൾ പേ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യും, എൻ്റെ കയ്യിലാണ് എല്ലാവിധ തെളിവുകളും ഉള്ളത്. അപ്പോൾ നമുക്ക് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറി. ഏറ്റവും ആദ്യം നമ്മളെ മാം എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ എത്ര പെട്ടെന്നാണ് ഭീഷണിയിലേക്ക് മാറുന്നതെന്ന് നമ്മളൊന്നും മനസ്സിലാക്കി വെക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഡേ കെയറിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഹവേഴ്സ് ഓരോ ഡേ കെയറിനും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ഇവരെത്ര ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യും, അതുപോലെ തന്നെ
എത്ര ഹവേഴ്സ് വർക്കിംഗ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് പറ്റിയൊരു തെറ്റും കൂടിയാണത്. അതുപോലെ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് 5 days കുഞ്ഞുങ്ങളെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ എടുത്ത് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 5 days കൂടി എനിക്ക് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എടുത്ത് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ വിധം കംപ്ലീറ്റ്ലി മാറുകയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് ടീച്ചർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസം വിടാൻ പറ്റത്തില്ല. അതായത് ആദ്യത്തെ 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാഫ് ഡേ വിട്ടിട്ടുള്ളൂ. ഹാഫ് ഡേ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ 9-10 ഇടയ്ക്ക് കൊണ്ടുപോയി വിടും, ഒരു 12:30-1 മണിക്കുള്ളിൽ പിക്ക് ചെയ്യും. ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ ഞാൻ 2ാം മാസത്തിലേക്ക് കിടന്ന് ഫുൾ ടൈം ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു 5 ദിവസം കൂടി വിടുമ്പോഴത്തേക്കും എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, എൻ്റെ ടീച്ചർക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ 5 ദിവസം വിടാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, 4 ദിവസമേ വിടാൻ പാടുള്ളൂ, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള 4 ദിവസങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളതും എഗ്രി ചെയ്തു. അപ്പം ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മാറും. അതായത് ഇവർക്ക് വൺസ് ഇവരുടെ സ്പോട്ട് ഫില്ലായി കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഡേ കെയറുമായിട്ട് അഡ്ജസ്റ്റ് ആയി നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിധം മാറും. അപ്പം എനിക്കുണ്ടായ അനുഭവം അങ്ങനെ കേട്ടോ. അപ്പം ഇനിയിപ്പം വേറെ ആർക്കെങ്കിലും മറിച്ചൊരു അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഡേ കെയർ സെലക്ട് ചെയ്യുക. അപ്പം ഇങ്ങനൊരു അനുഭവം ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടേ നിങ്ങൾ പിള്ളേരെയും കൊണ്ട് കാനഡയിലേക്ക് വരാവുള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്നത് ഒരു ഏറ്റവും വലിയ വിമർശനമാണ്, നിങ്ങൾ കാനഡയെ പറ്റി മോശമായിട്ടാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും കാനഡയെ മോശമായിട്ട് പറയുന്നതല്ല, എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് വേറൊരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് പോയെന്നുള്ളത്. നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് 3.5 വയസ്സ് 1.5 വയസ്സാണ്, അവരെന്നെ പിരിഞ്ഞ് ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ ഇട്ടിട്ട് പോകുന്ന കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മെൻ്റൽ ഷോക്ക് കാര്യങ്ങളൊക്കെ എനിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഡേ കെയറിൻ്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. അപ്പം മിനിമം ഇവിടുത്തെ ഡേ കെയർ ഹവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 hours ആണ്. 9 hours മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ പരമാവധി ഡേ കെയറിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ആ 9 hours എന്ന് പറഞ്ഞാൽ മിനിമം ഒരാൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 8 hours ഡ്യൂട്ടി ഉണ്ടാവും. അപ്പം 1/2 മണിക്കൂർ അങ്ങോട്ടും 1/2 മണിക്കൂർ ഇങ്ങോട്ട്. അപ്പം ആ ഒരു മണിക്കൂർ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന 1 മണിക്കൂറാണ്. 8 hours വർക്കിങ്ങും പ്ലസ് 1 hour നമുക്ക് ട്രാവലിങ്, അതായത് 9 hours ആണ് കിട്ടുന്നത്. അപ്പം ഒരാളെ കൊണ്ട് എന്തായാലും നമുക്ക് ജോലിക്ക് പോവുകയും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുകയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ പിന്നെ നമ്മൾ അത്രയ്ക്കും ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമുള്ള സ്ഥലത്തായിരിക്കണം ജീവിക്കുന്നത്. കാനഡയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പബ്ലിക് അല്ലെ പ്രൈവറ്റ് ആണെങ്കിലും അതിൻ്റെതായ സമയം എടുക്കും. ട്രാഫിക് കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതിൻ്റെതായ സമയം എടുക്കും. അപ്പം ഇത് നിങ്ങൾ ആരും കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല അനുഭവം കിട്ടാം, നിങ്ങൾക്ക് ചിലപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തറിയണം എന്നുള്ളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.